ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ അടിയിലും സൈഡിലും ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്ര ഐറ്റംസ് ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 3 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. മണമൊന്നുമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ 2-3 ബാച്ചായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് പയ്യെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ അത് തിന്നാക്കാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് നല്ലൊരു പോറിംഗ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബാറ്റർ ഒരുപാട് തിക്കും അല്ല തിന്നും അല്ലാത്ത രീതിയിലാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ആവാനായിട്ട്. കടായിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടല്ലോ, കടായിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മീഡിയം ഫ്ലെയിമിൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് ഇറക്കി വെച്ചു. ഇനി ഒരു 30 മിനിറ്റ് നേരം ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് കുക്കാവട്ടെ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുക്കായോ എന്ന് അറിയാനായിട്ട് നടുക്ക് ഇതുപോലെ നമ്മൾ കുത്തി നോക്കിയാൽ മതി, ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട്. മാവൊന്നും വരലാതെ അത് പുറത്തേക്ക് വരികയാണെങ്കിൽ കേക്ക് നന്നായിട്ട് കുക്കായി എന്നാണ് അതിനർത്ഥം. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് തണുത്തതിന് ശേഷം മാത്രം അത് മോൾഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിനെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലത്തെ അണീവനായിട്ടുള്ള ലെയർ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് കട്ട് ചെയ്താലും മതി. അങ്ങനെ 3 ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിനെ ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചു വെച്ചതാണ്. ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് 100 ml തണുത്ത പാലിലേക്ക് 50 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം ആവശ്യത്തിന് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ബേസ് പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിന് ഇടയിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറി അരിഞ്ഞതോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഓരോ ലെയറും നമ്മൾ വെച്ചിട്ട് ഇടയിൽ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലും ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് പയ്യെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡ് അത്ര ലെവലായാലും കുഴപ്പമില്ല. നമ്മൾ സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്, ഗ്രേറ്റ് ചെയ്തത്. സ്ക്രേപ്പർ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേക്ക്. സൈഡിൽ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മുകളിൽ മാത്രം ഇട്ട് കൊടുക്കാം. സെയിം ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഡിസൈനും ഞാൻ വെച്ചു കൊടുക്കേണ്ട, ഒരു ഫ്ലവർ ഡിസൈന്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറി ഓരോ പീസ് വെച്ചു കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് മുകളിലും കൂടി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഈ കേക്കാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഓവൻ ഇല്ലാതെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സോയിലൂടെ വീണ്ടും കാണാം.